കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി നമ്മുടെ ഭരണഘടനയുടെ ഫോർത്ത് എസ്റ്റേറ്റായ മീഡിയ, മുഖ്യധാര മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒട്ടും ശ്ലാഘനീയമല്ലാത്തതും വളരെയധികം ഭയം ഉളവാക്കുന്നതുമാണ്. കേരളത്തിലാവട്ടെ, അത് ഇന്ത്യയിലാവട്ടെ, അത് വളരെ 2 തട്ടിൽ കാല് വെച്ച് സഞ്ചരിക്കുന്ന, 2 തട്ടിൽ കാലൂന്നി സഞ്ചരിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത പത്രപ്രവർത്തനവും ഓൺലൈൻ മീഡിയ പ്രവർത്തനവും മുഖ്യധാരാ മീഡിയ പ്രവർത്തനവുമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ISRO ചാരക്കേസ് മുതൽ വളരെയധികം വ്യാജ പ്രചരണങ്ങളിലൂടെ പഴികേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഫ്ലൈൻ മാധ്യമങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഇന്ന് വളരെ വെല്ലുവിളികളുമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് മേഖലയിലാകട്ടെ. ISRO ചാരക്കേസിന് ശേഷം വന്നിട്ടുള്ള പ്രമുഖമായ പല കേസുകൾ, അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ സോളാർ കേസ്, അതുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. നട്ടതും നടാത്തതുമായ പൊട്ടിമുളയ്ക്കാത്ത പച്ച നുണകൾ പരത്തിയാണ് ഈ മാധ്യമങ്ങൾ ഈ വ്യാജ കേസുകൾ കേരളത്തിൽ ആഘോഷിച്ചത്. അതിൻ്റെ അവസാന കണ്ണി എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അടുത്തിടെ നമ്മുടെ ഇടയിൽ വളരെയധികം ഒരു ഓളമുണ്ടാക്കിയ ഒരു കേസാണല്ലോ ധർമ്മസ്ഥല മർഡർ കേസ്. കേരളത്തിലെ പ്രമുഖരായ മാധ്യമങ്ങൾ 24, ന്യൂസ് 18 തുടങ്ങിയ മാധ്യമങ്ങൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമ വേശ്യാവൃത്തി അത് നമുക്കുണ്ടാക്കിയ ഒരു ഷോക്ക് ചെറുതല്ല. ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ഒരു ഭാഗം ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടുന്നു എന്ന് പറഞ്ഞ് ഇത്രയും കാഴ്ചക്കാരെ ഉണ്ടാക്കിയ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാർത്ത പടച്ചു വിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റേഴ്സ്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡ്, അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം ഭാവി തലമുറ, കുടുംബത്തിലെ ഭാവി തലമുറ ഈ വാർത്തകൾ നാളെ കാണുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കുമോ? അവർ നിങ്ങളെ ഏത് ഗാന്ധി ഭവനിലാണ് കൊണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരത്തിലുള്ള വാർത്തകളാണ് നിങ്ങൾ പടച്ചു വിടുന്നത്. ഇത്തരത്തിലുള്ള അധമ മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ ശിഖണ്ഡികളെപ്പോലെ പെരുമാറുന്ന മാധ്യമപ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിന് തുല്യമായ ഒരു 5th എസ്റ്റേറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വരുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. AI മാധ്യമങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങൾക്കിതുപോലെ വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അത് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ഓരോ സംഘടനകളെ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ, അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിക്കായിട്ട് ജനങ്ങൾ ഒരുമിക്കും എന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അതിന് പിന്നിൽ അതിൻ്റെ വ്യവസായികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.